1 2 ഞാനൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നാ മതിയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിക്ക്. പക്ഷെ ചോദിച്ച് വാങ്ങുന്ന സ്ഥിതിക്ക് അങ്ങ് കൊടുത്തേക്കാം. ഒരു മുട്ടു സൂചിയുടെ ഉപകാരം പോലും കലുങ്ക് തമ്പ്രാനിൽ നിന്ന് കേരളത്തിനില്ല. വിദ്യാഭ്യാസ മന്ത്രിയാകാൻ 1% പോലും യോഗ്യതയില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. തിരുനെല്ലി റെസിഡൻഷ്യൽ സ്കൂളിലെ ആദിവാസി വിദ്യാർത്ഥികളോട് ഇത് എന്ത് ക്രൂരതയാണ് വിദ്യാഭ്യാസ മന്ത്രി നിങ്ങൾ ഈ കാണിക്കുന്നത്? 127 പെൺകുട്ടികളുള്ള ആ സ്കൂളില് ഒരൊറ്റ ശുചിമുറി. അവർ അന്തി ഉറങ്ങുന്നതേ 3 ക്ലാസ് റൂമില്. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഇതുപോലെ മോശമായ സാഹചര്യത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും കാണും സ്കൂളുകൾ. അവിടുത്തെ കുഞ്ഞുങ്ങൾ എത്ര കഷ്ടത അനുഭവിക്കുന്നുണ്ടാവും. അവരുടെ വിദ്യാഭ്യാസം എത്ര ദയനീയമായിരിക്കും. ഇവിടേക്കൊക്കെ ഫണ്ട് ചെലവാക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാനോ ഉള്ള കഴിവോ സാമർഥ്യമോ വിദ്യാഭ്യാസ മന്ത്രിക്കില്ല. അതൊന്നുമില്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. വിദ്യാഭ്യാസത്തിന്റെ കാര്യവും കലാമണ്ഡലത്തില് പാർട്ടി നിയമനം കാരണം ഇംഗ്ലീഷ് അറിയാത്തവരാണ് അധികവും. അറ്റ്ലീസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പോലും അറിയാത്തവരാണെന്ന് പറഞ്ഞതേ BJP-കാരല്ല, മല്ലിക സാരാഭായ് പറഞ്ഞതാണ്. 22, 23, 24 തീയതികളിൽ കലോത്സവം സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. ആ സ്കൂളിന്റെ പേര് ഞാൻ പറയുന്നില്ല. നമുക്ക് ലഭിച്ച നിർദ്ദേശപ്രകാരം എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും ഉച്ചഭക്ഷണത്തിനായി പച്ചക്കറികളും തേങ്ങയും ശേഖരിക്കുന്നുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് ശേഖരിക്കുന്നതിനുള്ള വാഹനം നാളെയോ മറ്റന്നാളോ ആയിട്ടെത്തും. അതിലേക്ക് അധ്യാപകരും വിദ്യാർത്ഥികളും നാളികേരമോ പച്ചക്കറിയോ നാളെ തന്നെ എത്തിക്കേണ്ടതാണ്. എന്താ ഒരു അവസ്ഥ! കാശ് മാത്രമല്ല, ഞങ്ങൾ ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഗുരുകുല സമ്പ്രദായ. കുഞ്ഞു കുട്ടികൾക്ക് അവരുടെ കലോത്സവത്തിന് ഭക്ഷണം കഴിക്കണമെങ്കിൽ മറ്റ് സ്കൂളുകളിൽ നിന്ന് പച്ചക്കറിയും ഉപ്പുമുളകും നാളികേരവും ഒക്കെ എത്തിച്ചിട്ട് അത് കിട്ടിയാൽ മാത്രമേ ഭക്ഷണം കിട്ടുള്ളൂ. കേരള ഖജനാവിൽ ഒന്നുമില്ലാന്ന്. ഇതിനേക്കാൾ ഭേദം ആ ചുവന്ന ബക്കറ്റുമായിട്ട് പിരിക്കാൻ ഇറങ്ങുന്നതായിരുന്നു. മോഹൻലാലിനെ കേന്ദ്രത്തിൽ നിന്ന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കുമ്പോൾ സമ്മാനമായിട്ട് നൽകിയത് 10 ലക്ഷം രൂപയാണ്. അദ്ദേഹത്തിന് കേരള ഗവൺമെന്റ് ആദരിക്കാനായിട്ട് തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തില് പരിപാടിക്ക് എത്ര രൂപ പൊട്ടിച്ചെന്നറിയോ? 2,84,00,000 രൂപ, ഏകദേശം 3 കോടിയുടെ അടുത്ത്. ശബരിമല ആഗോള സംഗമത്തില് ഹിന്ദുക്കളെ കയ്യിലെടുക്കാനായിട്ട് 8 നിലയിൽ പൊട്ടിയ വകയില് 4 കോടി രൂപയാണ് കേരള ഗവൺമെന്റ് ചെലവാക്കിയത്. പക്ഷേ കുഞ്ഞു കുട്ടികളുടെ കലോത്സവത്തിന് അവർക്ക് ഉച്ചഭക്ഷണം കഴിക്കണമെങ്കിൽ കേരള ഖജനാവിൽ ഒന്നുമില്ല. അതല്ല ഉദ്ദേശം, ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി കുറച്ചുകൂടി വിദ്യാഭ്യാസമുള്ള ആൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരട്ടെ എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്. പിന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുട്ടുസൂചിയുടെ ഉപകാരം പോലും ഇല്ല എന്ന് പറഞ്ഞത്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നും ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്.